എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 41-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കഥ പറഞ്ഞു നിർത്തിയത് സഗരന്മാരെല്ലാവരും കപിലവസുദേവരുടെ രോഷാഗ്നിയിൽ കത്തി ചാമ്പലായി എന്നുള്ളതാണ്. ഈ കപിലവസുദേവരാണ് കുതിരയെ പിടിച്ചുകൊണ്ട് പോയത് എന്ന് വിചാരിച്ചിട്ട് ഈ 60,000 സഗരപുത്രന്മാരും കപിലവസുദേവരുടെ നേർക്ക് ആക്രമിക്കാൻ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ക്രോധാഗ്നിയിൽ അവരൊക്കെ ചാമ്പലായി പോവുകയുമാണ് ഉണ്ടായത്. ഇനി എന്താണ് കഥ, എങ്ങനെയാണ് പോണത് നോക്കാം. നമുക്ക് ആദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. പുത്രാംശ്ചിരഗതാൻ ജ്ഞാത്വാ സഗരോ രഘുനന്ദന നപ്താരമബ്രവീദ് രാജാ ദീപ്യമാനം സ്വതേജസാ. സഗരപുത്രന്മാർ 60,000 പേരും പോയിട്ട് കുറേ കാലമായല്ലോ. ഒരു പർവ്വത്തിൻ്റെ ഉള്ളിൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം, യാഗം പരിപൂർണമാക്കണം എന്നൊക്കെ പറഞ്ഞയച്ച ആ മക്കൾ ആരും തിരിച്ചു വരണില്ല എന്ന് കണ്ടപ്പോൾ, അതാണ് ചിരഗതാൻ പുത്രാൻ ജ്ഞാത്വ, കുറേ കാലമായി ഇവിടെ നിന്ന് പോയിട്ട് കുതിരയെയും കൊണ്ടുവരണില്ല, കട്ടുകൊണ്ടുപോയ ആളെയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ സഗര മഹാരാജാവ്, അതാണ് സഗരഹ. ചിരഗതാൻ പുത്രാൻ ജ്ഞാത്വ സഗരഹ, അല്ലയോ രഘുനന്ദന. വിശ്വാമിത്രനാണല്ലോ കഥ പറയണത്. ഇപ്പോൾ ശ്രീരാമന്റെ കഥ എവിടെ പോയെന്ന് തന്നെ കാണാനില്ല. എല്ലാം ഈ ഗംഗാനദിയെ ഭൂമിയിലേക്കും പാതാളത്തിലേക്കും ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ ആ കഥകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാമിത്രൻ രാമനെ വിളിച്ചിട്ട് പറയാണ്, സഗരന് മക്കളൊന്നും വന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ തൻ്റെ പൗത്രനെ വിടുകയാണ്. അതാണ് നപ്താരം അബ്രവീദ് രാജ ദീപ്യമാനം സ്വതേജസ ദീപ്യമാനം നപ്താരം അബ്രവീദ്. രാജാവായിട്ടുള്ള സഗരൻ, വളരെ പ്രതാപിയായിട്ടുള്ള ശോഭിക്കുന്നവനായ മിടുക്കനായിട്ടുള്ള നപ്താവ് എന്ന് പറഞ്ഞാൽ മകന്റെ മകൻ, അസമഞ്ജന്റെ പുത്രനായിട്ടുള്ള അംശുമാനോട് പറഞ്ഞു. അബ്രവീദ് പറയാണ്. എന്താ പറഞ്ഞത്? അതാണ് 2-ാമത്തെ ശ്ലോകത്തില്. ശൂരശ്ച കൃതവിദ്യശ്ച പൂർവൈസ്തുല്യോസി തേജസ പിതൃണാം ഗതിമന്വിച്ഛ യേന ചാശ്വോപവാഹിത. അംശുമാനെ വിളിച്ചിട്ട് പറയാണ്, നീ എങ്ങനെയുള്ള ആളാണ്? ശൂരശ്ച കൃതവിദ്യശ്ച, നീ ശൂരനും നല്ല വിദ്യകൾ നേടിയിട്ടുള്ള ആളുമാണ്. വീരപരാക്രമിയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അശ്വാഭ്യാസം, ആയുധാഭ്യാസം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളാണ് നീ. മാത്രമല്ല തേജസ പൂർവൈഹി തുല്യ അസി, നിന്റെ കഴിവുകൊണ്ട്, തേജസ് കൊണ്ട് നിന്റെ ഇളയച്ഛന്മാരോട് തുല്യനുമാണ് നീ. ഇപ്പൊ പോയിട്ടുണ്ടല്ലോ 60,000 പേര്, അവരെല്ലാവരും ഈ അംശുമാന്റെ ഇളയച്ഛന്മാരാണ്. അച്ഛനാണ് അസമഞ്ജൻ ഇപ്പൊ ഇവിടെ ഇല്ല. അസമഞ്ജൻ ചിത്രത്തിലേ ഇല്ല. അയാളെ നാട് കടത്തി വിട്ടുല്ലോ സഗരൻ, അസമഞ്ജന്റെ ചീത്തപ്രവൃത്തികൾ കാരണം. പിന്നെ ഈ 60,000 ചെറിയച്ഛന്മാരാണ് ഉണ്ടായിരുന്നത്. അവരോട് തുല്യമാണ് നീ. അവരോളം കഴിവും ശക്തിയും രാജ്യഭരണം നടത്താനുള്ള കഴിവും എല്ലാം ഉണ്ട് നിനക്ക്. അതുകൊണ്ട് പിതൃണാം ഗതിം അന്വിച്ഛ, നീ ഒരു കാര്യം ചെയ്യണം. പിതൃക്കളെന്ന് വെച്ചാൽ കാർന്നവന്മാരെന്നർത്ഥം. ഇവിടെ ചെറിയച്ഛന്മാര്, സഗരതനയന്മാര്, നിന്റെ ചെറിയച്ഛന്മാര്, അവരുടെ വഴിയൊന്ന് പോയി നോക്കൂ. ഗതിം അന്വിച്ഛ യേന അശ്വഹ അപവാഹിത, ആ വഴി കൂടെയാണ് കുതിരയെ ആരോ കട്ടുകൊണ്ടുപോയത്, നമ്മുടെ യാഗാശ്വത്തിനെ കൊണ്ടുപോയ വഴി. അത് അന്വേഷിച്ചു കൊണ്ടാണ് നിന്റെ ചെറിയച്ഛന്മാര് പോയിരിക്കുന്നത്. ആ വഴിക്കൊന്ന് പോയി നോക്കൂ. അവരാരും തിരിച്ച് ഇതുവരെ വന്നിട്ടില്ല. എന്താണ് വിഷയം, എന്താ ഉണ്ടായത് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവരെ പിന്തുടർന്ന് നീയൊന്ന് പോയി നോക്ക് എന്ന് കൊച്ചുമകനോട് പറയുകയാണ് ചെയ്യണത്. അപ്പോൾ അംശുമാൻ സമ്മതിച്ചിട്ടുണ്ടാവും. ഒപ്പം തന്നെ അംശുമാനോട് പറയാണ്, അന്തർഭൗമാനി ഭൂതാനി വീര്യവന്തി മഹാന്തി ച തേഷാം തു പ്രതിഘാതാർത്ഥം സാസിം ഗൃഹീഷ്വകാർമുഖം. അതായത് ഭൂമിയിലൊന്നും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സഗരപുത്രന്മാരൊക്കെ കുഴിച്ച് താഴത്തേക്ക് പോയില്ലോ. അതുകൊണ്ട് ഭൂമിക്ക് അടിയിലും പോയി നോക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്തർഭൗമാനി ഭൂതാനി, നീ ഭൂമി മുഴുവൻ അന്വേഷിച്ച് കാണാത്തതായിട്ടുള്ള ഈ അശ്വത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ അടിയിലേക്ക് പോകേണ്ടതായിട്ട് വരും. അവിടേക്കാണ് ഖനനം ചെയ്തിട്ട് ഇളയച്ചന്മാർ പോയിരിക്കുന്നത്.
അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ആൾക്കാരൊന്ന് അതുപോലെയൊന്നും ആയിരിക്കില്ല. അവർക്ക് ശക്തിയൊക്കെ കൂടുതലാണ്. അതാണ് അന്തർഭൗമാനി ഭൂതാനി. ഭൂമിക്കടിയിലുള്ള ആൾക്കാര്, ജീവജാലങ്ങളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, ആരായാലും വീര്യവന്തി മഹാന്തിച്ച, അവർക്ക് വീര്യവും കൂടുതലാകാം, വലിപ്പവും ശക്തിയും ഒക്കെ നമ്മളെക്കാളും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അറിയില്ല, ആരും കണ്ടിട്ടൊന്നുമില്ല, അവിടെ പോയവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മുത്തശ്ശൻ പറയാണ്, നീ എന്ത് ചെയ്യണം? തേഷാം തു പ്രതിഘാതാർത്ഥം, അവരെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട്, നിന്നെ ആക്രമിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രതിഘാതം എന്ന് പറഞ്ഞാൽ വധിക്കുക, ഇങ്ങടെ ആക്രമിച്ചു വധിക്കുന്നതിന് വേണ്ടിയിട്ട്, സാസിം കാർമുഖം ഗൃഹീഷ്വ, വാളോടുകൂടി വില്ലെടുത്തോളൂ. അതായത് വാളും വില്ലും, അമ്പും വില്ലും ഒപ്പം വാളും, അതായത് ആയുധങ്ങളൊക്കെ കരുതിക്കോളൂ, ഒന്നിനും ഒരു കുറവ് വരണ്ട. അവിടെ ചെന്നിട്ട് ആക്രമണങ്ങളൊക്കെ നടത്തിയാൽ ഏതാണ് കയ്യിൽ കിട്ടുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം, അത് ഉപയോഗിച്ചിട്ട് ശത്രുവിനെ വധിച്ചുകൊള്ളൂ. അതിനു വേണ്ടിയിട്ട് ആയുധങ്ങൾ എടുക്കാതെ പോവരുത്. ആ സമയത്ത് അതെടുക്കായിരുന്നു ഇതെടുക്കായിരുന്നു എന്നൊന്നും വിചാരിക്കരുത്. അസിയോട് ചേർന്ന കാർമുഖം, സാസിം, അസി എന്ന് പറഞ്ഞ വാളാണ്. വാളോടുകൂടി, വാള് വേണം, കാർമുഖം വില്ല് വേണം, അമ്പ് വേണം. അപ്പോൾ വില്ല് വേണം എന്ന് പറഞ്ഞാൽ അവിടെ അമ്പും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നീ എവിടെയാണോ ചെറിയച്ഛന്മാർ പോയത് അവിടേക്ക് പോയിക്കൊള്ളാൻ പറയാണ്. എന്നിട്ട് ഒരു ഉപദേശം കൂടിയും പറയാണ് 4-ാമത്തെ ശ്ലോകത്തില്, അഭിവാദ്യാം സ്വം ഹത്വാ വിഘ്നകരാനപി സിദ്ധാർത്ഥ സന്നിവർത്തസ്വ മമ യജ്ഞസ്യ പാരഗ. അഭിവാദ്യാം സ്വം, അഭിവാദ്യാൻ അഭിവാദ്യ, അതായത് ഭൂമിക്കടിയിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും വധിക്കുകയൊന്നും ചെയ്യരുത്. അഭിവന്ദിക്കാനുള്ളവരെ, അഭിവാദ്യം ചെയ്യേണ്ടവരായിട്ട് ആരാണോ വരണത്, വളരെ ശക്തന്മാരായിട്ടും അനുഗ്രഹബുദ്ധിയ വരുന്നവരായിട്ടുള്ള ആൾക്കാരോടൊക്കെ വളരെ മാന്യമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറണം. അവരെ വന്ദിക്കുക വേണം. അതാണ് അഭിവാദ്യാൻ അഭിവാദ്യ, വന്ദിക്കേണ്ടവരെ, നമസ്കരിക്കേണ്ടവരെ നമസ്കരിച്ചുകൊണ്ടും, അതല്ലാത്തവരെ വിഘ്നകരാൻ ഹത്വ അഭി, നിന്റെ യാത്രയ്ക്ക് വിഘ്നമുണ്ടാക്കുന്നവരെ വധിക്കുകയും ചെയ്തിട്ട്, സിദ്ധാർത്ഥ, നീ നിന്റെ അർത്ഥത്തെ സിദ്ധമാക്കിക്കൊള്ളൂ. നീ എന്തിനാണോ പോണത്, ഈ കുതിരയെ കൊണ്ടുവരണം, ഒപ്പം തന്നെ ചെറിയച്ഛന്മാർക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളതും അന്വേഷിക്കണമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് സന്നിവർത്തസ്വ, നീ തിരിച്ചു വരണം. എന്താണ്? മമ യജ്ഞസ്യ പാരക, എൻ്റെ യജ്ഞം മുഴുവനാക്കേണ്ടത് ഇനി നീയൊക്കെയാണ്. അതുകൊണ്ട് ചെറിയച്ഛന്മാരെ അന്വേഷിച്ചിട്ട് പോയിക്കോളുക. അവിടെ ചെന്നിട്ട് വന്ദിക്കേണ്ടവരെ വന്ദിക്കണം, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് നീ തിരിച്ചു വരണം. അവിടെ പോവരുത്. അവിടെ ഇപ്പോൾ ചെറിയച്ഛന്മാരെ എങ്ങനെയാ എന്താ അവർക്ക് സംഭവിച്ചിരിക്കണതെന്ന് അറിയില്ല. അവരെ പോലെ അവിടെ ഇവിടെയൊന്നും തങ്ങരുത്. ആവശ്യം കഴിഞ്ഞാൽ സന്നിവർത്തസ്വ, തിരിച്ചെന്തായാലും വരണം. മമ യജ്ഞസ്യ പാരക, യജ്ഞം പകുതിയായിട്ട് കിടക്കുകയാണ്, അത് പൂർത്തീകരിക്കേണ്ടത് നീയൊക്കെയാണ്. അതുകൊണ്ട് തിരിച്ചു വരണം എന്നർത്ഥം. യജ്ഞസമാപ്തിക്കായിട്ട് തിരിച്ചു വരണം എന്ന് ഉപദേശിച്ചുകൊണ്ട് അംശുമാനെ പറഞ്ഞയക്കുകയാണ് സഗരൻ. എന്നിട്ടോ 5-ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്തോംശുമാൻ സമ്യക് സഗരേണ മഹാത്മനാ ധനുരാദായ ഖഡ്ഗം ച ജഗാമലഘുവിക്രമ. ഏവം ഉക്തഃ അംശുമാൻ, ഏവം സഗരേണ മഹാത്മനാ സഗരേണ സമ്യക് ഉക്തഃ അംശുമാൻ. ഇപ്രകാരം മഹാത്മാവായിട്ടുള്ള സഗരനാൽ വേണ്ട പോലെ ഉപദേശിക്കപ്പെട്ടവനായ അംശുമാൻ. ഉക്തഃ എന്ന് പറഞ്ഞാൽ പറഞ്ഞവനായ, അതായത് വേണ്ട ഉപദേശങ്ങളൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പോകണം, ആരെയൊക്കെ വന്ദിക്കണം, ആരെയൊക്കെ ആക്രമിക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇപ്രകാരം പറയപ്പെട്ടവനായിട്ടുള്ള അംശുമാൻ എന്തു ചെയ്തു? ഖഡ്ഗം ധനു ആദായ ലഘുവിക്രമ ജഗാമ. അമ്പും വില്ലും വാളും ഒക്കെ എടുത്തിട്ട് വളരെ വേഗത്തിൽ, ലഘുവിക്രമം എന്ന് പറഞ്ഞാൽ വിക്രമം എന്നുള്ളത് കൊണ്ട് കാലടി വയ്ക്കുക, ലാഘവമുള്ള കാൽവയ്പ്പുകളോട് കൂടിയിട്ട്. ലാഘവം എന്ന് വെച്ചാൽ കനമൊന്നുമില്ല, കുട്ടിയാണല്ലോ, അവരെയൊക്കെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ചെറിയ കുട്ടിയാണ്. അങ്ങനെ വളരെ വേഗം ചെറിയച്ഛന്മാരുടെ മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി, ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട്. അങ്ങനെ യാത്ര ചെയ്തിട്ട് ആരെയൊക്കെയാണ് കാണുന്നത്? 6-ാമത്തെ ശ്ലോകം നോക്കാം. സഖാതം പിതൃഭിർമാർഗമന്തർഭൗമം മഹാത്മഭി പ്രാപദ്യത നരശ്രേഷ്ഠ
തേന രാജ്ഞാഭിചോദിത തേന രാജ്ഞ അഭിചോദിത സഹ. അല്ലയോ നരശ്രേഷ്ഠ ശ്രീരാമ, വിശ്വാമിത്രൻ തുടരുകയാണ് കഥ. രാജ്ഞ അഭിചോദിത, ആ മഹാരാജാവായിട്ടുള്ള സഗരനാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായ, ഇന്നന്ന രീതിയിൽ പോവണമെന്ന് മാർഗനിർദ്ദേശം കൊടുത്ത് പറഞ്ഞയക്കപ്പെട്ടവനായിട്ടുള്ള ആ അംശുമാൻ എന്തു ചെയ്തു? മഹാത്മഭിഹി പിതൃഭി ഘാതം അന്തർഭൗമം മാർഗം. മഹാത്മാക്കളായിട്ടുള്ള കാരണവന്മാര്, പിതൃക്കള്, ഇളയച്ഛന്മാര്, അവരാൽ കുഴിച്ചുണ്ടാക്കിയതായ മാർഗത്തിൽ കൂടെ, അതായത് ഭൂമി തുറന്ന് താഴത്തേക്ക് ഒരു മാർഗം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പാതാള ലോകത്തേക്കോ അല്ലെങ്കിൽ രസാതലത്തിലേക്കൊക്കെ ഒരു മാർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടെ തന്നെ എന്ത് ചെയ്തു? സഞ്ചരിച്ചിട്ട് ഭൂമിയുടെ അടിഭാഗത്ത് എത്തിച്ചേർന്നു. പ്രാപദ്യത, ആ വഴിയിലേക്ക് എത്തിച്ചേർന്നു. ഇവര് വലിയൊരു മാർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 60,000 പേര് ചേർന്നിട്ടാണല്ലോ കുഴിച്ചുണ്ടാക്കിയത്. അപ്പോൾ വലിയൊരു മാർഗമാണ്. ആ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ച് താഴെയുള്ള രസാതലത്തിലേക്ക് അല്ലെങ്കിൽ താഴെയുള്ള ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ 7ാമത്തെ ശ്ലോകം നോക്കാം. ദേവദാനവരക്ഷോഭിഃ പിശാചപതഘോരകൈഃ പൂജ്യമാനം മഹാതേജ ദിശാഗജമപശ്യത. എങ്ങനെയാണോ ഇളയച്ചന്മാര് പോയത് അതേ മാർഗത്തിൽ കൂടെ തന്നെ സഞ്ചരിച്ചപ്പോൾ അവിടെ ആരെയാണ് കണ്ടത്? അതാണ് ദേവദാനവ രാക്ഷസ പിശാച പതക ഉരകന്മാരാൽ ഒക്കെ വന്ദിക്കപ്പെടുന്നവരായ ദിശാഗജങ്ങള്. ഇവിടെ ഒരു ദിശാഗജത്തെ കണ്ടു എന്നാ പറയണത്. ദേവന്മാരാലും അസുരന്മാരാലും രാക്ഷസന്മാരാലും പിശാചുക്കളാലും പതകങ്ങൾ പക്ഷികളാലും ഉരകങ്ങൾ പാമ്പുകൾ ഉരകവർഗങ്ങളാലുമൊക്കെ പൂജ്യമാനം പൂജിക്കപ്പെടുന്നതായ ദിശാഗജം അപശ്യത കണ്ടു എന്നർത്ഥം. ഇന്ന ദിഗ്ഗജത്തെ എന്നൊന്നും പറയില്ല, വിരൂപാക്ഷനാണോ മഹാപദ്മനാണോ എന്നൊന്നും പറയണില്ല. അവിടെ ആദ്യത്തെ ഒരു ദിശാഗജത്തെ കണ്ടു. മഹാതേജാഹ എന്നുള്ളത് അംശുമാന്റെ വിശേഷണമാണ്. മഹാതേജസ്വിയായിട്ടുള്ള ആ അംശുമാൻ ആദ്യം തന്നെ ഒരു ദിഗ്ഗജത്തെ, ദേവന്മാരാലും അസുരന്മാരാലും ഒക്കെ പൂജിക്കപ്പെടുന്നതായ ഒരു ദിഗ്ഗജത്തെ കണ്ടു. അപ്പോ ആ ദിഗ്ഗജത്തിനെ വന്ദിച്ചുകൊണ്ട്, ആദ്യം തന്നെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വന്ദിക്കേണ്ടവരെ വന്ദിക്കണം, വിഘ്നകാരികളെ ധ്വംസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് ദിഗ്ഗജം വളരെ പരിപൂജ്യനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വന്ദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതാണ് 8ാമത്തെ ശ്ലോകം കൂടി നോക്കാം. സതം പ്രദക്ഷിണം കൃത്വാ പൃഷ്ട്വാ ചൈവ നിരാമയം പിതൃൻ സപരിപപ്രച്ഛ വാജിഹർത്താരമേവ ച. സഹ എന്ന് പറഞ്ഞാൽ ആ അംശുമാൻ തം പ്രദക്ഷിണം കൃത്വ, ആ ദിഗ്ഗജത്തിനെ പ്രദക്ഷിണം ചെയ്തിട്ട്, പ്രദക്ഷിണം വച്ചിട്ട്, നിരാമയം ചെയ്വ പൃഷ്ട്വ, അത് ഇളയച്ചന്മാര് പറഞ്ഞു കൊടുത്തതൊന്നുമല്ല, ആരും പറഞ്ഞു കൊടുത്തതല്ല, അതൊക്കെ മര്യാദകളാണ്. കുശലം ചോദിച്ചിട്ട്, ആ ദിഗ്ഗജത്തിനെ വണങ്ങിയിട്ട് കുശലമൊക്കെ ചോദിച്ചിട്ട്, അതാണ് നിരാമയം പൃഷ്ട്വ ചെയ്വ. അതിനുശേഷം പിതൃൻ വാജിഹർത്താരം ഏവച പരിപപ്രച്ഛ, പിതൃക്കളെ പറ്റിയിട്ടും അതുപോലെ തന്നെ വാജിഹർത്താരം, ആരാണ് കുതിരയെ കട്ടുകൊണ്ടുപോയത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്നുള്ള കാര്യവും അന്വേഷിച്ചു എന്നർത്ഥം. പരിപപ്രച്ഛ, അതെടുത്ത് ചോദിച്ചു. എൻ്റെ ചെറിയച്ഛന്മാർ ഈ വഴിക്കാണോ പോയത്, കുതിരയെ കട്ട ഒരാള് ഇതിലെ കൂടെയാണോ പോയത്, കുതിര ഈ വഴിക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നർത്ഥം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പുത്രാംശ്ചിരഗതാൻ ജ്ഞാത്വാ സഗരോ രഘുനന്ദന നപ്താരമബ്രവീദ് രാജാദീപ്യമാനം സ്വതേജസാ ശൂരശ്ച കൃതവിദ്യശ്ച പൂർവൈസ്തുല്യോസി തേജസാ പിതॄണാം ഗതിമന്വിച്ഛ യേന ചാശ്വോപവാഹിത അന്തർഭൗമാനി ഭൂതാനി വീര്യവന്തി മഹാന്തി ച തേഷാം തു പ്രതിഘാതാർത്ഥം സാസിം ഗൃഹീഷ്വ കാർമുകം അഭിവാദ്യാഭിവാദ്യാം സ്വം ഹത്വാ വിഘ്നകരാനപി സിദ്ധാർത്ഥഃ സന്നിവർത്തസ്വ മമ യജ്ഞസ്യ പാരഗ ഏവമുക്തോംശുമാൻ സമ്യക് സഗരേണ മഹാത്മനാ ധനുരാദായ ഖഡ്ഗം ച ജഗാമലഘുവിക്രമ സഖാതം പിതൃഭിർമാർഗമന്തർഭൗമം മഹാത്മഭി പ്രാപദ്യത നരശ്രേഷ്ഠ തേന രാജ്ഞാഭിചോദിത ദേവദാനവരക്ഷോഭി പിശാചപതഘോരകൈഃ പൂജ്യമാനം മഹാതേജാദിശാഗജമപശ്യത സതം പ്രദക്ഷിണം കൃത്വാ പൃഷ്ട്വാ ചൈവ നിരാമയം പിതॄൻ സപരിപപ്രച്ഛ വാജിഹർത്താരമേവ ച. ഇനി
എന്താണ് ആ ദിഗ്ഗജം മറുപടി പറയണത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കലർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.